ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു വാഗമൺ ട്രിപ്പ് പോയ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം എക്സാം ആണെന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് എത്രയോ നാളുകൾക്ക് മുമ്പ് പഠിക്കണമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷെ എക്സാമിന് ഞാൻ പഠിച്ചില്ല. അതുപോലെ തന്നെ എക്സാം നല്ല ബോറുമായിരുന്നു. പിന്നെ വീഡിയോ ഇട്ടില്ല. പിന്നെ എക്സാം ഒക്കെ കഴിയുമ്പോൾ ഒരു 1 മന്ത് വെക്കേഷൻ ആയെങ്കിലും എനിക്കിപ്പോ എന്താണ് നമുക്കൊരു ഇടാൻ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രശ്നം കാരണം ഞാൻ ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി കയറിയ സമയത്തേ എനിക്ക് തലയ്ക്കകത്തോട്ടൊരു മത്തടിച്ചിരിക്കുന്നത്. കാര്യം എന്റെ ഡാഡി എനിക്കൊരു കേക്ക് മേടിച്ചിട്ട് ഞാൻ അത് ശരിക്കും കുറെ തിന്ന് അങ്ങനെ എനിക്ക് മത്തടിച്ച് ഞാൻ തലവേദനയായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ എനിക്കത് മാറാൻ വേണ്ട ഒരു ലേസും ഒക്കെ മേടിച്ചെന്നെങ്കിലും എനിക്കത് മാറിയില്ല. അത് എനിക്ക് പിന്നെ ഉഴുന്ന് വടയിൽ ചായ മേടിച്ച് തന്നപ്പോഴാണ് മാറിയത്. ഉഴുന്നാടൊരു കാശ് കൊടുത്തില്ലായിരുന്നു. കാര്യം ഉഴുന്നിങ്ങനെ കടിക്കുന്നത് ഒരുമാതിരി എന്താ പറയണ്ടേ, ഭയങ്കര ചൂടുമില്ലൊന്നും ആരെങ്കിലും എറിഞ്ഞാൽ അവരവിടെ കിടക്കും എന്നുള്ള ദിവസം ഒരു ഉഴുന്നുവടയായിരുന്നു. പക്ഷെ ചായ നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പിന്നെയും യാത്ര പോയി. ഞാനിപ്പോ ഇത് നമ്മൾ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ കേട്ടോ ഈ ഒരു ടൂർ പോയത്. കാര്യം ഞാൻ എൻട്രൻസിന് പോയിട്ട് അവിടുന്ന് വന്ന് നമ്മൾ ഫുഡ് കഴിച്ച് എനിക്ക് ആ ഡ്രസ്സ് പോലും മാറ്റാൻ ഞങ്ങൾ സ്ട്രെയിറ്റ് വാഗമണ് പോകുമായിരുന്നു. കാര്യം നല്ല ലേറ്റ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ 1:45 അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഗാർഡനിലെത്തി. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് 9:30 വരെ ഉണ്ടായിരുന്നു ഗാർഡൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നമ്മൾ ഗാർഡനിൽ കയറാൻ പോയിട്ട് അവർ കയറ്റില്ല. 6:30 വരെയുള്ള ഇപ്പൊ കഴിയും എന്ന് പറഞ്ഞിട്ട് അവർ കയറ്റിയില്ല ഞങ്ങളെ. അപ്പൊ ഇത് നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഗാർഡനിൽ ആദ്യമായിട്ട് കയറും. നമ്മൾ എപ്പോ പോയാലും ഗ്ലാസ് ബ്രിഡ്ജിന്റെ അതുപോലെ മറ്റേ സിബ് ലൈൻ്റെ അവിടേക്കേ പോകത്തുള്ളൂ. ഇവിടെ നമ്മൾ കയറിയിട്ടില്ല. അപ്പൊ വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മൾ മൂന്നാറിലെ ഗാർഡന്റെ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുവാണ്. അങ്ങനെയാണ് ഗാർഡൻ കുറെ ഉണ്ട്. ഞാൻ എല്ലാം പിടിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുള്ളൂ. കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഞാൻ ഫോണിലോട്ട് നോക്കുന്ന സമയത്ത് എന്തോ എനിക്ക് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്നും ഫോണിൽ അത്ര ക്വാളിറ്റി കിട്ടിയിട്ടൊന്നുമില്ല വീഡിയോ. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പിന്നെ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ടവർ പോലത്തെ ഒരു സാധനവും ഉണ്ട്. പിന്നെ ഒരു ഊനാലുണ്ട്. ഇതിന്റെ അകത്ത് ആക്ടിവിറ്റീസ് കുറവാണ്. പിന്നെ വാട്ടർ ഫൗണ്ടെയിൻ എന്തോ പറയില്ല, എനിക്ക് അതിന് കറക്റ്റ് അറിയത്തില്ല. അതെന്തോ ആണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ DJ പോലെ അത് തുടങ്ങുന്നതിന് മുമ്പ് DJ പോലെ ഉണ്ടായിരുന്നു ആ സൈഡിൽ ഒരാൾ നിന്നിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സിപ്പ് ലൈൻ്റെ അവിടെയാണ് പോകുന്നതെങ്കിൽ സിപ്പ് ലൈന്, ഗ്ലാസ് ബ്രിഡ്ജ്, റോക്കറ്റിന്റെ ഒരു സംഭവം, അങ്ങനെ കുറെ ആക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പിന്നെ നമ്മൾ വാട്ടർ ഡാൻസ് തുടങ്ങാതെ നമ്മൾ ഇറങ്ങി. കാര്യം നമുക്ക് തിരിച്ച് ആലപ്പുഴയിലോട്ട് വരണമല്ലോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയമായപ്പോഴേക്കും അവിടെ തുടങ്ങി. അപ്പൊ നമ്മൾ പിന്നെയും തിരിച്ച് ഓടി കയറുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ ഒരു മന്തിയൊക്കെ കഴിച്ച കാര്യം ഞാൻ അത്ര വിശന്നിരിക്കുകയാണ്. എനിക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയത്തില്ല, കണ്ണ് കാണാത്ത വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പൊ അത്രയുള്ള വീഡിയോ. ബൈ.